മോളെ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഇതാരാ ഇത്? ഒരു മിനിറ്റ് ചിന്നു മോളെ, ഒരു മിനിറ്റ്. இதான் லாஸ்ட் அண்ட் ஃபர்ஸ்ட் வார்னிங் உங்களுக்கு. எனக்கு 50 CR நீங்க தரேன்னு പറഞ്ഞിട്ട് எல்லாம் പറയ கூடாது. அதுக்கப்புறம் எனக்கு ஹயபுஷா வெஹிக்கிள் வந்து பைக் வந்து மேடிச்சு தரணும், ஓகேவா? இப்போ நீ மேடிச்சு தந்தாதான் இந்த ஸ்தலத்தை விட்டு நான் போவேன். இல்லைன்னா நான் தாரா வீட்டை நீ அடிச்சது, அதுக்கப்புறம் நீ வந்து பேட் வேர்ட் விழிச்சது அதெல்லாம் பறிஞ்சு தரும். இதுக்கப்புறம் நான் உங்க சைடே வர மாட்டேன். நீ எனக்கு இப்போ 50 CR கொடுத்துட்டனா அவ்வளோ கூட வேண்டாம், ஒரே ஒரு பைக் 5 CR பைக் மேடிச்சு ഇതൊക്കെ ആരാണ് ഇതൊക്കെ? இதுக்கு மேல உன்கிட்ட സംസാരിக்க മാட்டேன், താറായിട്ട് സംസാരിக்க മാட்டேൻ, എതുമേ പറയാൻ മാட்டேன். സീരിയസ്ലി ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് RP ബോർ അടിക്കുന്നുണ്ടോ? അല്ല ഞാൻ കാര്യമായിട്ട് ചോദിക്കും. എനിക്ക് 24 മണിക്കൂർ ഇങ്ങനെ മസിലും പിടിച്ച് നടന്ന് ജോണി മാമനല്ല സിറ്റിയിൽ, ഞാൻ തന്നെ സംസാരിക്കേണ്ട സിറ്റിയില്. ஓகேவா? இப்போ வந்து நீங்க ரெண்டு பேரும் സംസാരിച്ചിട്ട് இருக்கீங்க, அதனால வீடியோ ரெக்கார்ட் பண்ணி ஷேர் செய்றேன். ചിന്നു, ഡേവിഡ് എബ്രഹാമോ? ചിന്നു കേക്കാവോ? ഡേവിഡ് എബ്രഹാം എന്ന് പറഞ്ഞ ഒരുത്തനെയാണോ ഞാൻ ഇത്രയും നേരം ചിന്നു എന്ന് പറഞ്ഞു വിളിച്ചോണ്ടിരുന്നേ? ഷമീറിനെ വിളിക്കാം കേട്ടോ. ഈ പഹയൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഹലോ ജോക്കി ബ്രോ. ഷിമീറെ ഈ ബേജാറാവല്ലേ? ഷിമീർ പറ. കണ്ടോ ഞാൻ അയച്ച വീഡിയോ? കണ്ട്. അത് ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ സൂര്യബോസിന്റെ അടുത്ത് സംസാരിക്കോ? ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇത് ഞാൻ 10:81 10:81 അല്ലേ? 10:81. ഒരു മിനിറ്റ് 10:81. ഒരു മിനിറ്റ്. ഓ ശരി. ഹലോ സുഹൃത്തെ. സുഹൃത്തെ പറ. സുഹൃത്തെ ലിഫ്റ്റ് വല്ല വേണോ? ഉറപ്പായിട്ട്. ഓ ഇതെങ്ങനെ ചോദിക്കാതെ അങ്ങോട്ട് മനസ്സിലായെന്ന് ആലോചിക്കുന്നത്. 10:81 കേട്ടോ. ആരും ഇല്ലല്ലോ ഇവിടെ. ഒന്നെ ഇറക്കി വിടും. ഒനേ രക്ഷപ്പെട്ട് ഓർമ്മയില്ല. വയറിനൊരു ചെറിയ വൈക്ലബ്യം ഉണ്ട് കേട്ടോ. ഇതെന്തുവാടാ പുറകെ ഇരിക്കുന്നേ? കണ്ടപ്പോ നല്ല രസമായിരുന്നു. ഒരു പയ്യൻ റോട്ട് ചെയ്ത് കളിച്ചപ്പോ പേടിച്ചതപ്പം. കൊള്ളാം കേട്ടോ. വേറെന്താ കേട്ടാ തോന്നുന്നത്? ഞാനിപ്പോ അങ്ങോട്ട് പോക്കട്ടെ, ബൈ. എടന്ന് കൂടെ നിക്കടാ. ഇത്രയും വലിയ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇറക്കി വിട്ടിട്ട് അങ്ങ് പോവാന്നു. ഇല്ല ഞാൻ എടാ നമ്മളിത് വന്നിട്ട് ഇവന്മാര് ഡിലേ ആണല്ലോ. ഇവന്മാര് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഷമീറേ ഇജ്ജ എവിടെ ഷമീറെ? നമ്മളൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ട് എന്റെ ഒരു പ്രശ്നത്തിന് വന്നപ്പോ ഇജ്ജ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. 10:81 വന്ന് ഞാനൊരു പോസ്റ്റിന്റെ അടിയിൽ നിൽപ്പുണ്ട്. പോസ്റ്റിന്റെ അടിയിലുണ്ടോ ജോക്കിയണ്ണൻ? പോസ്റ്റിന്റെ അടിയിൽ നീ ഒന്ന് പോയി പിക്ക് ചെയ്യ്, അല്ലെങ്കിൽ ഞാൻ ജോക്കിയണ്ണൻ അല്ല നിങ്ങളെ നമ്പർ കൊടുക്കാൻ പറ്റില്ല വേറെ ആക്കാം, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ വന്നേനെ. വരാം. ശരി. പറ. ആദ്യം ഒരു ബഹുമാനം കണ്ടു. ചെറുക്കൻ റെസ്പെക്ട് ഉള്ള ചെറുക്കനാണ്. എടാ കഴിവേറി, നിന്റെ അടുത്ത് 10:81 പറഞ്ഞാൽ 100:81 കൊണ്ട് നിർത്തുന്ന എന്തിനാടാ നീ? എടാ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തവരെ നീയൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ. ഈ നാടിന് ശാപമാണ്. വണ്ടിയാടാ അങ്ങോട്ടെ. എടാ പോക്കണം കെട്ടവനെ നിന്റെയൊക്കെ. എന്റെ മോനെ ഈ ഷമീറിനെ വിളിക്കട്ടെ. നീ എന്ത് പറയും ഈ ചെറുക്കൻ്റെ അടുത്ത്? മോനെ ഇജ്ജ് ഒന്ന് കുറച്ചുകൂടെ വെയിറ്റ് ആക്കണം. നമ്മുടെ വന്ന പയ്യന്റെ അപ്പൂപ്പ മരിച്ചുപോയി. നമ്മളിപ്പോ അങ്ങോട്ടൊന്ന് പോയിട്ട് 2 മിനിറ്റ് കേട്ടോ. ഇപ്പൊ 2 മിനിറ്റ്. നമുക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. 10:81 വരെ 100:81 ചെറുക്കൻ പോയി. നമ്മളിപ്പോ വരാം കേട്ടോ. ശരി. മര്യാദ എടാ പോക്കണം കേട്ടവനെ, വിവരം ഇല്ലാത്തവനെ. നീ എന്ത് കിണ്ടിക്കാണ് എന്നെ വിളിച്ചോണ്ട് 100:81 വന്നേ? 10:81 പറഞ്ഞാൽ 10 എത്ര പൂജ്യം ഉണ്ടാ?
10 10-2 0 ചുമ്മാ അല്ല നീ ഇപ്പോഴും ഇതിനകത്തിരിക്കുന്നത് രാത്രി 12 മണിക്ക്. ഒരു പൂജ്യം. എടാ, എന്താടാ നിനക്കൊക്കെ? ഞാൻ ആ പോസ്റ്റിന്റെ അടി നിൽക്കുക, അവൻ വിശ്വസിക്കുകയും ചെയ്ത അവൻ അങ്ങനെ എടുത്തൻ. ഓരോരോ താങ്ക് യു ഫോർ 20 rupees സൂപ്പർ ചാറ്റ്. എടാ ഇത് പറയണ്ടേന്ന് പറഞ്ഞ 10.81 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എടാ എന്റെ ചെറുക്കന്റെ കുഞ്ഞു വരെ മനസ്സിലാക്കുമല്ലോടാ 10.81 പറഞ്ഞ അവന്റെ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഓടിക്കുമല്ലോ 10.81 കറക്റ്റ് ആയിട്ട്. ഇനി എത്ര ദൂരം ഉണ്ട്? 7 കിലോമീറ്ററോ? എന്റെ പൊന്ന് ദൈവമേ, ഈ ഈ പോക്കണക്കെട്ട കാറിൽ എങ്ങനെ അവിടെ വരെ എത്തും? വിശ്വാസം അതൊക്കെ ഇല്ല. 10.81 100.81 വന്നിട്ട് വെയിറ്റ് ചെയ്യുക. ആ മോനെ ഷെമീറെ, നമ്മൾ എത്തി കേട്ടോ. ഞാൻ എത്തിയായിരുന്നോ? സൂര്യ ജോക്കിയുടെ ഒന്ന് ലൊക്കേഷൻ അയച്ചു കൊടുക്കോ? ഒന്ന് ലൊക്കേഷൻ അയച്ചു കൊടുത്തേ. സൂര്യ ഒന്ന് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. സൂര്യ നിന്റെ ഉണ്ടോ? എന്തൊക്കെയാടാ നടക്കുന്നേ? കാട്ടി കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് നിങ്ങളെ ക്രൂവലെ നോക്കി ഞാൻ എത്ര നേരമായിട്ട് വിട്ടിരിക്കുന്നു. ഞാൻ മോന്തടിച്ച് സോറി, ഞാൻ നിങ്ങളുടെ മോന്തടിച്ചിരിക്കും കേട്ടോ. നിങ്ങൾ എവിടെ നിൽക്കുന്നത്? നിങ്ങൾ നമ്മുടെ സൂര്യ ബോസിനെ ഷെമീർ തട്ടിക്കൊണ്ടു പോയെന്നേ. അതെന്തിനാ? പിന്നെ നമ്മുടെ ചെറുക്കൻ നമ്മുടെ ചെറുക്കൻ ഞാൻ ആ ബാറിന്റെ അകത്തിരിക്കുന്നു. എന്റെ പൊന്നു മനുഷ്യ, പുറത്ത് വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടി എടുത്തോണ്ട് വരുവോ? പുറത്ത് വണ്ടിയും കാണുന്നില്ല. അത് പോയി തോന്നി. ഞാൻ വണ്ടി വിളിച്ചു. എങ്ങോട്ടാ വരണ്ടേ? 1081. 1081. അല്ല, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഇതിപ്പോ എങ്ങനെയാണ് ഇതൊക്കെ എന്റെ സംഭവം എങ്ങനെയാണ് ഇതൊക്കെ? എനിക്ക് വയറ് വയ്യ കേട്ടോ. സെറ്റ് വേ പോയിന്റ് ഇവിടുന്ന് വളർന്നിട്ട് അങ്ങോട്ട് പോവാൻ. താഴെ ഒരു മിനിറ്റ് നമ്മുടെ ഒരു പൈതലും കൂടെ വരുന്നുണ്ടേ. പുള്ളിക്കാരന്റെ ആരുടെയും ആണ് കേട്ടോ. നമ്മളിങ്ങനെ ചോദിച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ തന്നു. അത് ഞാൻ നിന്റെ അടുത്ത് പലവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗുരുവായൂരപ്പനൊന്നും അല്ലേ, കാണുമ്പോ കാലേ വന്ന് കിടക്കാനെന്ന്. ഇതിപ്പോ നമ്മള് ഫോൺ എടുത്തിട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാ അറിയോ ഷമീറെ? അല്ല ബ്രോ, ഞാനൊന്ന് ഈ വണ്ടി ഓടിക്കട്ടെ. ഓടിച്ചോ ജോക്കിയണ്ണ. ഇതാണ് കേട്ടോ എന്റെ ഗേൾഫ്രണ്ട് താര. മീറ്റ് ചെയ്തിട്ട് ചേട്ടനായിട്ട് വരും. ഇത് നമ്മളന്ന് സംസാരിച്ച ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിന് മുന്നേ എപ്പോഴോ സംസാരിച്ചിട്ടുണ്ട് ആക്ച്വലി. ഓർമ്മ കിട്ടുന്നില്ല. ജോണി മാമൻ. ജോന്ന് വിളിക്കുന്ന. പൂമ്മോള് വണ്ടി ഓടിച്ചോ. ഷമീറ, ഇതിപ്പോ എന്താണ് സെറ്റപ്പ്? സംഭവം ഞാൻ വീഡിയോ അയച്ചല്ലോ ജോക്കിയണ്ണ. സൂര്യ ഇങ്ങോട്ട് വാ. അതല്ലത് ഇങ്ങനത്തെ കേസ് കണ്ടല്ലോ, വീഡിയോ കണ്ടല്ലോ. ഇവന്റെ സ്വഭാവം കണ്ടല്ലോ. ഒന്നുമില്ല. താര പൊക്കോ. എടാ പോക്കണം കേട്ടോ ചെറുക്കാൻ. നിന്റെ അടുത്ത് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഈ ഇവന്റെ ശല്യപ്പെടുത്തരുതെന്ന്. വീഡിയോ കിട്ടിയടാ എനിക്ക്. വീഡിയോ വിഷ്ണു, താങ്ക് യു ഫോർ 20 rupees. എടാ നിനക്ക് ആരെയാണ് ഈ പിടിക്കാത്തേ? നിനക്ക് എലിയെ പിടിക്കും, താരെ പിടിക്കും. ആരൊക്കെ നിനക്ക് പിടിക്കാത്തേ? താര വന്നേട്ടാ നിറ്റോൺ മറ്റ മോനെ. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടേ? ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ താരെ എടുത്ത് സ്നേഹം ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ പ്രൈവറ്റ് കോൺവെർസേഷനിൽ പോകുന്ന തെറ്റല്ലേ? ഈ ഷെമീറായി താരയുടെ പാടായി. നമ്മൾക്ക് അതിനകത്ത് ബന്ധപ്പെടേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇടയ്ക്ക് കയറി പോകേണ്ട ആവശ്യമുണ്ടോ? നീ പിന്നെ വീഡിയോയ്ക്കകത്ത് ഭയങ്കര മാസടി ആയിരുന്നുള്ള പോക്കണം കേട്ടവനെ. നീ എന്ത് മറ്റേ 50 കോടി 100 കോടി 200 കോടി എന്നൊക്കെ പറഞ്ഞ നീ ഭയങ്കര ആയിരുന്നല്ലോ നീ. അതെ. എന്താടാ സൂര്യ, നിന്റെ വായിൽ എന്താടാ പയാണോടാ? സംസാരിക്കടാ നീ. സംസാരിക്കണീ
പഴവന്നോ നിന്റെ വായി? ഭീഷണിപ്പെടുത്താനില്ലേ? 50 കോടി വേണ്ട എനിക്ക്, ഹയാബുസ വേണ്ട, 150 കോടി വേണ്ട, ഞാൻ എന്തെല്ലാം ചെയ്യുന്ന സംസാരിക്കുന്നേ. നിന്റെ അടുത്ത് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന്റെ അന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞ നിന്റെ അടുത്ത്. ചിന്നു അല്ലേ ഇത് മോളെ? ചിന്നൂട്ടി ആ എവിടെ പോയി? നമ്മള് കൊറേ നേരം നോക്കി നിന്നായിരുന്നു അവിടെ. നീ നിക്ക് സൂര്യ. ചിന്നൂട്ടി മോളെ. ഒരു മിനിറ്റ്, നമുക്ക് ഈ സൂര്യയായിട്ടൊന്ന് കാട്ടിപ്പോയാലോ? അതെ പോവാ. ചുന്നൂട്ടി മോളെ ഇവിടെ നിക്ക, അമ്മന്റെ അടുത്ത് നിക്ക. താരാ മോളെ, ചുന്നൂട്ടിയാ? ഞാൻ ഒരു കാര്യം പറയട്ടെ. സൂര്യ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ സൂര്യ. സിമിറെ കുത്തിരി. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞിരി? താര വരുന്നുണ്ടോ നോക്കണേ. അപ്പം ചാപ്സാ. അപ്പൊ എന്റെ പൊന്നു സൂര്യ, നീ ചെയ്യുന്നത് ശരിയാണോ? ഉങ്ക അപ്പാവും ഉങ്ക അമ്മാവും ഒരു കാട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് വേറൊരു പൈതൽ വന്നിട്ട് അവരെ ശല്യപ്പെടുത്തി കഴിഞ്ഞാ നിനക്ക് ഇഷ്ടപ്പെടുവോ? നിനക്കത് പിടിക്കുമാടാ? നിനക്കത് പിടിക്കുമാ ഇല്ല? പിടിക്കാതെ. അപ്പോ ഉന്നോടെ താരയും ഇന്ന ഷമീറും ഏതോ ഒരു കാട്ടിൽ പോയി അവർ സല്ലപിക്കുമ്പോൾ ഈ ഇടയ്ക്ക് കയറുന്ന എന്തിനാടാ? എന്റെ പൊന്നുമോനല്ലേ മറ്റേ എന്താ പേരെന്തുവായിരുന്നു? സൂര്യബോസ്. നീ ഇടയ്ക്കിടയ്ക്ക് എന്റെ പൊന്നു ഷമീറെ ഈ ഒരു തീപിടുത്തമുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ പേരും നാളും എല്ലാം പെട്ടെന്ന് മറന്നു പോകും. പ്രായമായന്റെ ഷമീറെ. അപ്പം നീ ചിരിച്ചോടാ സൂര്യ? നിന്റെ മറ്റേ പല്ല് പഴുതിടും കേട്ടോ. ഞാൻ ഇനി കാണരുത് സൂര്യ. ഇനി ഞാൻ പറഞ്ഞോട്ടെ ഇതിനോട്. എടാ മോനെ ജോക്കി, നിനക്ക് അയാബുസ പോയിട്ട് എടാ മോനെ ജോക്കിന്നോ? എടാ മോനെ സൂര്യ. എടാ മോനെ സൂര്യ, നിനക്ക് ഒരു സൈക്കിള് പോലും ഞാൻ നിനക്ക് മേടിച്ചു തരൂല കേട്ടാ. ഇനി മേല ഇമാതിരി സൂര്യ, ഞാൻ നിന്റെ അടുത്ത് കാര്യമായിട്ട് പറയാം. ഞാൻ ഇമാതിരി തീട്ട കേസിനൊന്നും വരാറില്ല സൂര്യ. ഷമീറെ ഇനി ഇവനെ നിങ്ങളുടെ ഇടയിൽ കാണുവാണെങ്കിൽ ഇവനോ അപ്പൊ തന്നെ വെടിവെച്ച് കൊന്നു. അല്ല, ഞാൻ ജോക്കി അണ്ണൻ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി സൂര്യ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സൂര്യ, ഇനി ഇത് പാടില്ല സൂര്യ. സൂര്യ ഇങ്ങനത്തെ ചീപ്പ്. ഒരു മിനിറ്റ് ഷമീറെ, ഒരു മിനിറ്റ്. ഞാൻ ഇവനെ ഒന്ന് സംസാരിച്ചിട്ട് ഒറ്റയ്ക്ക് ഒരു കാര്യം. ഷമീർ ഇരിക്കണം കേട്ടോ. ഇല്ല ജോക്കി അണ്ണ നല്ലോണം കൊടുത്ത് ഇനി മേലെ ഓന് ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത്. മനസ്സിലായി. അവനോട് ഇതാക്കണം. ജീവിതം കൊളാക്കുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി. എടാ സൂര്യ, ഉനക്കിത് തേവയാടാ തിരുട്ടു മൂഞ്ചി. കുത്തിയിരിക്കണ്ടല്ലേ? இல்லாத பலாதெல்லாம் பரையறாரு சமீர் கல்லும் தாராக்கு துரோகம் செய்ய நினைக்கிறாரு தாத்தா. ഇത് മറ്റേ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ തർജ്ജമ ചെയ്യായിരുന്നു. ഇത് എന്തോ പറയുന്നതിന് മനസ്സിലാവുന്നില്ല. നിർത്തി പറയാവോ? என்ன விஷயம்னா தாரா உண்டுல்ல, താറാവ്. ഏത് താറാവ്? தாரா உண்டுல்ல, தாராக்கு வந்து கள்ளம் பறிஞ்சு താര ഉണ്ട് പാറയ്ക്ക് ഒന്ന് എന്റെ പൊന്നു സൂര്യ, നീ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷിൽ പറ. Tara was a good girl. Yes. Samir bad girl. Yes. Bad guy. Bad guy. He seeing all girls and he was ഒരു മിനിറ്റ് മോനെ. ഏബലെ പറയടാ. ജോക്കിയണ്ണ സൂര്യബോസിനെ തട്ടിക്കൊണ്ട് പോയെന്ന് ജോണി മാമൻ പറഞ്ഞായിരുന്നു. എടാ ആ പേട്ട് കളവിന് പ്രാന്തം കേട്ടാ. സൂര്യബോസ് എന്റെ ഇരിപ്പില്ലേ? തട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല. മോനെ, നമ്മളൊരു സ്ഥലത്ത് നിൽക്കുക, ഒരു കാര്യത്തിൽ നിൽക്കുക. തട്ടിക്കൊണ്ടൊന്നും പോയിട്ടില്ല കേട്ടോ. ഫേക്ക് ന്യൂസ് ആണേ. ശരി. ഞാനൊരു പറ സൂര്യ. എടാ ഈ താരാ വാസേ ഗുഡ് ഗേൾ, ഷമീർ വാസേ ബാഡ് ബോയ് കേൾക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഒന്ന് ബാക്കി പറ. താരാ வந்து இல்ல. എടാ ഇംഗ്ലീഷിൽ പറയടാ. Tara is not there means Samir was flirting all girls. ഷമീർ is flirting with all girls. എടാ ചാപ്സേ, നീ കിടന്ന ഇടയില്ലേ നമ്മൾ രഹസ്യം പറയുമ്പോ ഞാൻ മട്ടൻ ചാപ്സ് ആക്കുവേ. പോ. That only I told all those things
താര അപ്പൊ അതാണ് പ്രശ്നം. അതാ that was അപ്പം നിനക്ക് താരയോടുള്ള ഒരു കെയർ ആണ് ഇവിടെ പ്രശ്നം. താര എനിക്ക് മുൻപേ അറിയൂ. പണ്ടേ അറിയൂ. ഇപ്പൊ ഞാൻ ഷമീറിന്റെ അടുത്ത് ഒന്ന് രഹസ്യമായിട്ട് സംസാരിച്ചിട്ടാ. മോനെ ഇവിടെ ഇരിക്കണേ. ഓക്കേ. എടാ ചാപ്സേ, മോനെ ഷമീറിനെ ഒന്ന് വിളിക്കൂ. വീട് ഷമീറിനെ ഒന്ന് വിളിക്കണേ. ഷമീറെ മോനെ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതൊക്കെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഷമീർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല ആക്ച്വലി. അത് നമ്മുടെ ഒരു അപ്പാപ്പനാകട്ടോ പുള്ളിക്കാരൻ. നമ്മള് ഇങ്ങനത്തെ ജോണിപ്പാപ്പോയ് ചെറുക്കൻ ഇവിടെ ഉണ്ട്, തട്ടിക്കൊണ്ടൊന്നും വന്നില്ല. നിങ്ങൾ എന്തിനു നാട്ടുകാരത്ത് മൊത്തം തട്ടിക്കൊണ്ടോന്നു പറഞ്ഞേ? ഞാൻ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു മിനിറ്റ് ഷമീർ, ഇതൊക്കെ ആരാണ്? ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. എന്റെ സഹോദരനാണ് ഡെവിൽ. ഇതാരാണ്? ഡെവിലും ചാപ്സും കൂടെ അങ്ങോട്ട് പോയെന്ന് സംസാരിക്കൂ. അവരെ അവരുടെ പാടായി. അപ്പൊ ഷമീർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനത്തെ കേസുകളൊന്നും ഇടപെടാറില്ല ആക്ച്വലി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷമീർ ആദ്യമായിട്ട് എൻ്റെ അടുത്തൊരു ആവശ്യം പറഞ്ഞപ്പോ എനിക്ക് നിരസിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഏറ്റെടുത്താണ്. ഷമീർ, ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് അറിയാവോ? സൂര്യബോസ് പറഞ്ഞത് ഷമീർ ഒരു കോഴിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? താരയോടുള്ള അഭിനിവേശമായ അവന്റെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ. അപ്പൊ താൻ പറയുന്നത് വെച്ചാൽ താര വാസ് എ ഗുഡ് ഗേൾ, ഷമീർ വാസ് എ ബാഡ് ഗൈ. ഇതാണ് ആ ചെറുക്കൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറെ നേരമായിട്ട്. ആൻഡ് ഷമീർ ഈസ് ഫ്ലേർട്ടിംഗ് വിത്ത് ഓൾ ഗേൾസ് എന്നാണ് ചെറുക്കൻ പറയുന്നത്. കിഞ്ചു മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ. അല്ല ഷമീറെ, ഞാനൊന്ന് ചോദിക്കട്ടെ ഷമീർ, കാര്യമുണ്ട്. അപ്പൊ കോഴിയാണെന്ന് സമ്മതിച്ചു. അല്ല, കോഴിയാണെന്നല്ല, ഞാനിങ്ങനെ പെൺകുട്ടികളെ കാണുമ്പോ ജസ്റ്റ് പോയി സംസാരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും താര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവൻ അത് മനസ്സിലാക്കാണ്ട്, പക്ഷെ ഓൻ ചെയ്യുന്നത് ഒരു കണക്ക് നോക്കുമ്പോ നല്ല കാര്യമാണ്. ഓന് താരനോടുള്ള ഓൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് അതിര് കടന്നുപോയി ഓൻ ചെയ്യുന്നത്. എന്നെ ഭീഷണിപ്പെടുത്തുക, 10 CR 50 CR മനസ്സിലാവും. ആടെയെന്ന് ഞങ്ങൾക്ക് ഞാനൊന്ന് പാസ്വേഡ് ചെയ്യല ജോക്കിയണ്ണനെ വിളിക്കാന്ന് ഞാൻ ഇതിൽ ചിന്തിച്ചത് ആടെ മനസ്സിലാവും. ഈ പൈസ ഇത് 50 കോടി ജോക്കിയണ്ണൻ ഇങ്ങനത്തെ ചെറിയ കേസിലൊന്നും വരേണ്ട ഒരാളല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ അത്രയും ഒരു ഘട്ടം വന്നപ്പോ എനിക്ക് നേരെ വിളിക്കാൻ ഒരാള് അത് മനസ്സിലായി. അതിപ്പോ ഷമീർ സൂര്യബോസിന്റെ അടുത്ത് തുറന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആക്ച്വലി. ഞാൻ സംസാരിക്കാം, ഇപ്പൊ തന്നെ സംസാരിക്കാം. സൂര്യബോസിനെ ഇനി ആ ചെറിയ കാട്ടി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അവന്റെ അമ്മയുടെ അതേ സ്വഭാവമാണ്. മുൻപാറ ഷമീറിങ് ബാ. സൂര്യബോസേ ഇപ്പൊ കാട്ടിന്ന് ഇറങ്ങി വരും. പുലിമുരുകനകത്ത് മോഹൻലാൽ വരുന്ന കണക്ക്. വന്നു. എടാ സൂര്യബോസ്, സൂര്യബോസ്, ഷമീർ എല്ലാം ഒത്തുകിട്ട്. ഷമീർ കോഴിയല്ലേ. ഷമീർ എല്ലാ പെമ്പിളുകളെടുത്തും സംസാരിക്കും. പക്ഷെ ഷമീർ കോഴിയല്ലേ. ഓക്കെ, ഷമീർക്ക് താര മട്ടുന്താൻ. അതെ, ഷമീർക്ക് വേറെ ഒരു പൊമ്പിളയില്ലേ, താര മട്ടുന്താൻ. സീരിയസ് റിലേഷൻഷിപ്പ്. നീങ്ക ഇടയ്ക്ക് കയറി തൊന്തരവ് പണ്ണാതെ. നല്ല കുഴന്തായി. ഷമീറെ, ഞാൻ പറഞ്ഞ ചെറുക്കിനപ്പുറം ഒരു വാക്കില്ല ഷമീറെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഷമീറെ, ഇൻകേസ് നീ താരയെങ്ങാനും വഞ്ചിച്ച് കഴിഞ്ഞ സൂര്യബോസെ താര എടുത്ത് പറയാം. ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഞാൻ നിക്കാറേയില്ല ഷമീറ. നീ ആയോണ്ടാണ് ഷമീറ താരയൊന്ന് വിളിക്കുക. താരേ മോളെ. താരാണോ താര? താര, ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും പോവാറില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബന്ധത്തിന് ഇങ്ങനെ മൂർച്ച കൂട്ടാൻ വേണ്ടി നിൽക്കുന്നത് ആക്ച്വലി. ഷമീർ വന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു ഹെൽപ്പ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഷമീറിനെ കണ്ട പിമ്പിളാഴത്തൊക്കെ ഷമീർ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും. പക്ഷെ താര മാത്രമേ ഉള്ളൂ ഷമീറിന്റെ മൈൻഡിലെന്നാ ഷമീർ പറയുന്നു. അതറിയാം. പിന്നെ ഈ പോക്കണം കേട്ട ചെറുക്കൻ നിങ്ങളുടെ ഇടയ്ക്ക് കയറി വന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോ താരക്ക് ചോദിച്ചുകൂടായോ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞാൻ ഈ മല മൊത്തം കയറി വരേണ്ട ആവശ്യമുണ്ടോ? അയ്യാത്ത ഇങ്ങേരി വരെ കയറി വന്ന്. അത് ചെറിയ ചെക്കനല്ലേ? ചെറിയ ചെക്കനാണെന്ന് പറഞ്ഞിട്ട് ചെറിയ ചെക്കനാണെങ്കിലും വലിയ മനുഷ്യന്റെ ബുദ്ധിയും വലിയ മനുഷ്യന്റെ അലമ്പുള്ളവനവൻ. പക്ഷെ ചെറിയ ചെക്കനോട് നമ്മൾ സ്നേഹത്തോട് സംസാരിച്ചാൽ അപ്പൊ നമ്മൾ അതൊക്കെ നിർത്തി. അല്ല, അതൊക്കെ വിട്ടോ. സൂര്യബോസ് ഇങ്ങ വാടാ.
നീ പറഞ്ഞ പോലെ താരാവുടെ മുന്നാടി ഷമീർ കിട്ടെ സൊല്ലിട്ടെ. ஓகே தாத்தா. ഇനി തൊന്തരവ് പണ്ണാതെ. நான் தொந்தரவு இல்ல செய்யல தாத்தா. ஏதாவது பிரச்சனைனா അവിടെ വരും தாத்தா. അവിടെ വന്നോ. പക്ഷെ ഇവരുടെ അസ് ടൈമിൽ നീ വേണ്ട. ஓகே ഓക്കെ ഡീൽ. ஓகே ഡീൽ தாத்தா. ഡീൽ. நீங்க சொல்றதுனால தான் தாத்தா டீல். ഓക്കെ ഷമീറെ ഇതിവിടെ മുടിഞ്ചാച്ചേ തീർന്നു ഷമീറെ. ഇനി തന്നു. ഇനി തോക്ക് മാറ്റിക്കോ. തോക്ക് മാറ്റ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. വളരെയധികം നന്ദി കേട്ടോ അപ്പാപ്പ. പിന്നെ നമ്മളെ വിളിച്ചോണ്ട് ജോണിപ്പാപ്പൻ വന്നില്ലയോ? ഇത് നങ്ങനെ കെട്ടിപ്പിടിക്കോ ഇത്? അപ്പാപ്പാനെ വിളിക്കാதீங்க. ജോണി താത്ത മാമ മാമന് താരാ ഞാൻ കൊറേ നേരമായിട്ട് നിൽക്കുന്ന കേട്ടു. കൊറേ നേരമായിട്ട് അയ്യോ ഹായ് ജോ മാമ. നല്ല വിനയമുള്ള പയ്യൻ. അതെ ഞാൻ വിളിച്ചപ്പോ എന്റെ ഒരു ആവശ്യത്തിന് വന്നല്ലോ. അതെ വളരെയധികം വളരെയധികം നന്ദിയുണ്ട്. അതെ എന്ത് സൗണ്ട് ഇത്? മനി ഇത് കൊറേ ആയി കേട്ടോ. ജോ മാം. അപ്പൊ ശരി ഷമീറെ. അപ്പൊ ശരി ജോണി പാപ്പ. ലെറ്റ്സ് ഗോ. സൂര്യബോസെ നീ വന്നോ ഇവിടെ നിൽക്കുന്ന. ഇനി ഇവിടെ കാര്യമില്ല. നീ ബാ. താങ്ക് യു കേട്ടോ. താങ്ക് യു വന്നതിന് വളരെയധികം എന്തൊക്കെയാടാ ഇത്? ശല്യം ചെയ്യത്തില്ല കേട്ടോ. എല്ലാം ഇനി ചെറുക്കൻ ശല്യം ചെയ്യത്തില്ല കേട്ടോ. ഇനി ശല്യം ചെയ്യത്തില്ല. സൂര്യ വണ്ടി കയറാ. അപ്പൊ നിങ്ങളുടെ പാടെ നിങ്ങൾ എന്തേലും ഒക്കെ കാണിക്കും. ഇറക്കാൻ അങ്ങോട്ടെ. നിന്റെ കാർ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. നീ പോ. അപ്പൊ ശരി ഷമീറെ. താര ശരി. പാച്ചൂസേ ചാപ്സേ ബൈ. അതാ അവനെന്തി. എടാ കേറാ ഡെവിലെ കേറിങ്ങോട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഓടുവാ. സത്യമല്ലേ? എടാ പോക്കണം കേട്ടോ ചെറുക്ക. നിനക്ക് എന്തിന്റെ കുത്തിക്കിടപ്പാടാ ഈ കണ്ടവന്മാരുടെ ഇടയിൽ കയറി പോയി കയറേണ്ടത് നിനക്ക്? വീട്ടുകാർക്ക് പേരുദോഷം ഉണ്ടാക്കാനായിട്ട്. സത്യം. കുടുംബത്തെ നശിപ്പിക്കാൻ ജനിച്ചവൻ. ഓ എടാ അപ്പാപ്പ എന്റെ ഒരു കാറുണ്ട് അപ്പാപ്പ. മോളിപ്പോ മോനെ നിന്റെ അടുത്ത് അല്ലടാ ഈ ഫ്രണ്ട് ഇരിക്കുന്ന അമ്പത്തൂരിന്റെ തലയുള്ളവൻ. എന്റെ കാറ് ഇരിക്കുന്ന അതിനകത്ത് കയറി. താര ആ കാർ ഇങ്ങോട്ടൊന്ന് തരാവോ താര? ഓ എടുത്ത് അല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയില്ല. നൈസ് വണ്ടിയാണ്. ഓക്കെ പോയിട്ട് വരാവേ. ഓ പോയിട്ടോ. ഇല്ലാത്ത സമയത്ത് അങ്ങ് കേറി ഇരുന്നു. ബൈ മാം. ബൈ കുട്ടാ. പോയിട്ടോ.